ഇപ്പോൾ KJ ജേക്കബ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. സാർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക നമ്മൾ കണ്ടതാണ്. CPI-യുടെ സ്ഥാനാർത്ഥി പട്ടിക കൂടി ഇന്നാകുന്നു. കരുത്തരെ തന്നെ കളത്തിലിറക്കുകയാണ് LDF. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് മുൻതൂക്കം നേടാം എന്നൊരു വിലയിരുത്തലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രന്റെ ഉൾപ്പെടെ പരിചയസമ്പന്നരുടെ പേരുകളാണ് CPI-യുടെ പട്ടികയായും വരുന്നത്. അധികം കണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് പാർട്ടികളും CPM-ഉം CPI-യും സീനിയർ ആയിട്ടുള്ള നേതാക്കളെയാണ് ധാരാളമായിട്ട് പാർലമെന്റിലേക്ക് മത്സരത്തിന് നിയോഗിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സർവശക്തിയും ഉപയോഗിച്ച് പരമാവധി ആളുകളെ ലോക്സഭയിൽ എത്തിക്കുക എന്നൊരു ആവശ്യത്തിന്റെ പുറത്തായിരിക്കണം ഇത് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ചില പരീക്ഷണങ്ങളൊക്കെ തയ്യാറാകുന്നതാണ് രണ്ട് പാർട്ടികളും. ഇപ്രാവശ്യം നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം കണ്ടില്ല. വലിയ ഫൈറ്റ് എന്ന് പറയും, CPI-യുടെ മണ്ഡലങ്ങളിൽ വലിയ ഫൈറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് തൃശ്ശൂരാണ്. അവിടെ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ CPI അതിന് ഏറ്റവും ബെസ്റ്റ് ഫുട്ട് ഫോർവേഡ്, നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ബെസ്റ്റ് കാൻഡിഡേറ്റിനെ ആണ് തൃശ്ശൂരേക്ക് നിയോഗിച്ചിരിക്കുന്നത്. മാവേലിക്കരയിലെ സ്ഥാനാർത്ഥിയും നല്ല സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെയും നല്ല ഫൈറ്റിനുള്ള സ്കോപ്പുണ്ട്. മറ്റു രണ്ട് സ്ഥലങ്ങളും കോൺഗ്രസ്സുകാർ സാധാരണ ജയിക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ്. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കുമെന്ന് തോന്നൽ എനിക്കില്ല. ആനി രാജയുടെ വരവ് തീർച്ചയായിട്ടും വയനാട്ടിൽ രാഹുൽ ഗാന്ധി ആണ് എങ്കിൽ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോരാട്ടമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് വന്ന് മത്സരിക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളത് എത്രയോ കാലമായി ഇടതുപക്ഷം ഒട്ടൊരു അസ്വസ്ഥതയോടുകൂടി കോൺഗ്രസുകാരോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ആ സ്വഭാവം, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ് മത്സരിക്കുന്നത് CPI-യുടെ വലിയ നേതാവിനോടാണ് എന്നുള്ളതിന്റെ ഒരു വൈരുദ്ധ്യം വളരെ പ്രകടമായിട്ട് ഉണ്ടാവും എന്നുള്ളതും കൂടി സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ബാക്കിയായിട്ട് നമുക്ക് കാണാം. തിരുവനന്തപുരത്ത് പന്ന്യൻ വരുന്നത് കൊണ്ട് CPI-ക്ക് ഗുണമുണ്ടാകില്ല എന്നാണോ താങ്കളുടെ വിലയിരുത്തൽ? കാരണം വർഷങ്ങളായി ഇപ്പോൾ CPI-ക്ക് ആ മണ്ഡലം തിരിച്ചുപിടിക്കാനായിട്ടുമില്ല. ഇടയ്ക്ക് വിവാദങ്ങൾ ഉണ്ടായി, പാർട്ടിയിൽ നടപടികളൊക്കെ ഉണ്ടായല്ലോ. എനിക്ക് അങ്ങനത്തെ ഒരു തോന്നലില്ല. കാരണം പന്ന്യൻ രവീന്ദ്രൻ ഒരിക്കലും ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ജയിച്ചതാണ്. പിന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിന്നതാണ്. ശശി തരൂരിനെ പോലെയുള്ള 2 പ്രാവശ്യം ജയിച്ച, അദ്ദേഹം എനിക്കൊന്ന് 3 പ്രാവശ്യം 2009, 2014, 2019 3 പ്രാവശ്യം ജയിച്ച ഒരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് BJPക്ക് അത്യാവശ്യം നല്ല വോട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഫാക്ടറും കൂടെ നോക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കൂടി മത്സരിച്ച് ഈ മറ്റു 2 കഥാപാത്രങ്ങളെയും തോൽപ്പിക്കാൻ മാത്രം ഫൈറ്റിംഗ് സ്പിരിറ്റ് ബാക്കി വെച്ചിട്ടാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയെന്നുള്ള തോന്നൽ എനിക്ക് എന്തായാലും ഇപ്പോഴില്ല. വളരെ നന്ദി ശ്രീ KJ ജേക്കബ് പ്രതികരിച്ചതിന്. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ ശ്രീ KJ ജേക്കബ് സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിലെ മത്സരം ആനി രാജയാണെങ്കിൽ ഏറെ ശ്രദ്ധേയമാകുന്നു. ഇന്ത്യ മുന്നണിയിലെ 2 ദേശീയ മുഖമുള്ള നേതാക്കൾ, ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിയും ഒപ്പം CPI-യുടെ ദേശീയ മുഖമായ ആനി രാജയും മത്സരരംഗത്തെത്തുമ്പോൾ അത് ദേശീയ തലത്തിൽ തന്നെ മറ്റൊരു രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയാണല്ലോ. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPI-ക്കെതിരെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത് തടയണമെന്ന് അഭിപ്രായം CPI നേതൃത്വത്തിന് ഉണ്ടായിരുന്നു, സംസ്ഥാന നേതൃത്വത്തിനുണ്ടായിരുന്നു. 3 മാസം മുമ്പ് നടന്ന CPI-യുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ P. സന്തോഷ് കുമാർ MPയും K. പ്രകാശ് ബാബുവും ഇക്കാര്യം ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. അതായത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരിക്കെ ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യതകൾ ഇല്ലാതാക്കുന്ന വിധത്തിൽ ഉള്ള ഒരു മത്സരത്തിലേക്ക് രാഹുൽ ഗാന്ധി വരരുത്, അക്കാര്യം കോൺഗ്രസിനോട് ആവശ്യപ്പെടണമെന്നായിരുന്നു P. സന്തോഷ് കുമാറും K. പ്രകാശ് ബാബുവും അന്ന് ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ദേശീയ നേതൃത്വം അക്കാര്യത്തിൽ തങ്ങളുടെ നിസ്സഹായത വ്യക്തമാക്കിയായിരുന്നു. അതായത് മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നത് എങ്ങനെയാണ് എന്ന ഒരു വിഷമസന്ധിയിലാണ് CPI നേതൃത്വമുള്ളത്. എങ്കിലും ഇക്കാര്യത്തിൽ ആലോചനകൾ നടത്താമെന്നൊരു അഭിപ്രായഗതി CPI-ക്ക് ഉണ്ട്. CPM നേതൃത്വത്തിനും രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിക്കരുത് എന്നൊരു അഭിപ്രായമുണ്ട്. മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നതിലെ അനൗചിത്യമോർത്ത് അക്കാര്യത്തിലും CPI പിന്നോട്ട് പോവുകയായിരുന്നു, CPM പിന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇപ്പോൾ ഈ ജനുവരി 28, 29 തീയതികൾ തിരുവനന്തപുരത്താണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം
പ്രസ്താവന നടത്തിയപ്പോൾ സീതാറാം യെച്ചൂരിയോട് ഞാൻ തന്നെ ഈ ചോദ്യം ചോദിച്ചു, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പോൾ വയനാട്ടിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന് തങ്ങളുടെ പ്രശ്നമല്ല, അത്തരത്തിലൊരു എന്നാൽ അതേപ്പറ്റിയുള്ള ഒരു ഉറപ്പ് ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നത് തരത്തിലൊരു പ്രതികരണം യെച്ചൂരിൽ നിന്ന് അപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന കോൺഗ്രസിന്റെ പ്രധാന നേതാവ് തന്നെ വന്ന് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളുടെ സാധ്യതകൾ തല്ലിക്കെടുത്തരുത്, അത്തരത്തിൽ തമ്മിൽ മത്സരിക്കുന്ന ഒരു രീതി ഉണ്ടാകരുത് എന്ന അഭിപ്രായം CPM-നും CPI-ക്കും ഉണ്ട്. എങ്കിൽ പോലും കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡിന് മേൽ ശക്തമായ സമ്മർദ്ദമുണ്ട്. ഇവിടെ വന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണമെന്നത് അത് അവരുടെ സാധ്യതകളെ കൂടി ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ്. 2019 ശബരിമല സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട വികാരത്തിനൊപ്പം രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവും കോൺഗ്രസിനും UDF-നും വലിയ തോതിൽ ഗുണം ചെയ്തിരുന്നു. വയനാട്ടിൽ മാത്രം രാഹുൽ ഗാന്ധി നേടിയത് 4,31,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. തൊട്ടടുത്ത മണ്ഡലങ്ങളായ കണ്ണൂരിലും കാസർഗോഡും കോഴിക്കോടും ഒക്കെ തന്നെ അതിന്റെ അനുരണനങ്ങളുണ്ടായി, അലയലുകളുണ്ടായി. അതെല്ലാം ആ സ്ഥാനാർത്ഥികൾക്ക് ഗുണകരമായി ഭവിച്ചു. മാത്രമല്ല കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വലിയ തോതിൽ ആത്മവിശ്വാസം പകർന്നു. മോഡിക്കെതിരെ പോരാടാൻ കേരളത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ഉണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രതീതി വന്നത് അത്തരത്തിൽ UDF-നും ഗുണം ചെയ്തിരുന്നു. ഇങ്ങനെയെല്ലാമുള്ള ഘടകങ്ങൾ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ തന്നെ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായമാണ് കോൺഗ്രസിനും UDF-നും ഉള്ളത്. എന്നാൽ CPM-നും CPI-ക്കും വിരുദ്ധാഭിപ്രായമുണ്ട്. മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നതിനുള്ള അനൗചിത്യം മാത്രമാണ് ഇതിൽ നിന്ന് അവരെ തടയുന്ന ഘടകം.